കരൂർ ദുരന്തത്തിന് പിന്നാലെ TVKയുടെ കരൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് റിപ്പോർട്ടർ വാർത്താ സംഘം എത്തി. അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച കരൂർ ചിന്ന ആണ്ടാൻകോവിലിലെ പാർട്ടി ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് മുട്ടയും പാലും നൽകിയിരുന്ന ജനക്ഷേമ പദ്ധതികൾ ഈ പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതടക്കം നിർത്തിവെച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇക്ബാൽ അറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കരൂരിലെ TVKയുടെ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസാണ് എനിക്ക് മുമ്പിൽ കാണുന്ന ഈ കെട്ടിടം. ഈ കെട്ടിടം കഴിഞ്ഞ 27-ന് ഈ ദുരന്തം കരൂരിൽ ഉണ്ടായതിന് ശേഷം പിന്നീട് തുറന്നിട്ടില്ല. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു താഴിട്ട് പൂട്ടിയ TVK പ്രവർത്തകർ ഇവിടെ നിന്ന് പോയതാണ്. പിന്നീട് ഒരു TVK പ്രവർത്തകനും പോലും ഈ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ അനാഥമായി കിടക്കുന്നത്. ഇത്തരത്തിൽ ദുരന്തത്തിന് എന്ത് മറുപടി ഇവിടേക്ക് എത്തുന്ന ജനങ്ങൾക്ക് മുമ്പിൽ പറയുമെന്നറിയാതെ ഇവരെല്ലാം ഇവിടെ നിന്ന് മടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെയുള്ള പ്രദേശവാസികളായ കുട്ടികൾക്ക് ബ്രെഡും പാലും മുട്ടയും എല്ലാം നൽകുന്നു TVKയുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ആണ്. അതിൻ്റെ ഒരു ആശംസാ ഫ്ലെക്സ് ഉൾപ്പെടെയുള്ളത് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ TVKയുടെ പ്രവർത്തനങ്ങളും നിലവിൽ നിലച്ച ഒരു മട്ടാണ്. ഇവിടേക്ക് കഴിഞ്ഞ ഈ 3 ദിവസമായി ആരും തന്നെ എത്തിയില്ല. TVKയുടെ ഒരു പ്രവർത്തകൻ പോലും എത്തിയില്ല. വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസാണ് TVKയുടേത്. ഏതായാലും പ്രദേശവാസികളായിട്ടുള്ള ചില ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാൻ വേണ്ടി കഴിയും. എന്താണ് പേര്? கோபால் இங்கே யாராவது வந்துருங்க பின்ன இந்த கூட்டத்துக்கு பின்னாடி ஒருத்தம் இல்லை, யாரும் வந்துருக்கீங்க? யாரும் இல்லை, பூட்டியாக தான் இருக்கு. எப்போ 25ஆம் தேதி பூட்டினது நீக்கலை. அதுக்கப்புறம் 25ஆம் தேதி நீக்கின மீட்டிங் போட்டாங்க. அதுக்கப்புறம் நான் எதுக்காக மீட்டிங் போட்டாங்க? அந்த இது விஜய் வரக்கா மீட்டிங் போட்டாங்க. அவங்க கட்சி மீட்டிங் போட்டாங்க. கட்சி மீட்டிங் போட்டோன்னா அன்றைக்கி ஈவினிங் போனாங்க. அதுக்கப்புறம் இது வரைக்கும் வரலன்னா அன்னைக்கெல்லாம் எவ்வளோ பேர் இருந்துங்க? 100 பேர் இருந்திருப்பாங்க மீட்டிங்கில். ஆமாம். ஆஃபீஸில் எவ்வளோ பேர் இருக்கும் தினம்? வருவாங்க போவாங்க, நீக்குவாங்க, 10 பேர் 20 உட்காருவாங்க. எந்த நேரத்தில் ஆஃபீஸ் திறக்கும்? உள்ள காலை அதான் முக்கியமான வேலை தான் நீக்குவாங்க. ഓക്കെ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വാർത്തയിലേക്ക് പിന്നീട് മടങ്ങി വരാം.